അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാം വിശുദ്ധ ഖുർആനിലൂടെയുള്ള നമ്മുടെ ടൂർ ആരംഭിക്കുകയാണ്. ഒരു ടൂറിന് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാം? രണ്ട് കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, ആ യാത്രയിൽ അനുഭവപ്പെടാനിടയുള്ള എല്ലാ തടസ്സങ്ങളും നീക്കും. രണ്ടാമത്തേത്, യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തും. അല്ലേ? യാത്രയിൽ എന്തൊക്കെയാണ് തടസ്സങ്ങൾ ഉണ്ടാകാം? ചിലപ്പോൾ ഹർത്താലാണെങ്കിൽ യാത്ര നടക്കില്ല. അതേപോലെ ട്രാഫിക് ഉണ്ടെങ്കിൽ യാത്ര പ്രയാസമാകും. എത്തിച്ചേരേണ്ട ലക്ഷ്യം അത് സാധ്യമാകാതെ വരുമ്പോൾ യാത്ര വേണ്ടെന്ന് വയ്ക്കും. ഖുർആൻ പഠന യാത്രയിൽ നമുക്ക് തടസ്സമായി മാറാൻ സാധ്യതയുള്ളത് എന്താണ്? തീർച്ചയായും അത് പിശാചിൽ നിന്നുള്ള ഉപദ്രവങ്ങളായിരിക്കും. പിശാച് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഫോഴ്സാണ്. നമ്മെ തിന്മയിലേക്ക് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഘടകമാണ് പിശാച്. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ഞാൻ രക്ഷ തേടുന്നു, ബില്ലാഹ് അല്ലാഹുവിൽ, മിനശ് ശൈത്താൻ പിശാചിൽ നിന്ന്, അർ റജീം ശപിക്കപ്പെട്ട അല്ലെങ്കിൽ ആട്ടിയകറ്റപ്പെട്ട. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവോട് രക്ഷ തേടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നാം ഖുർആനിലൂടെയുള്ള യാത്ര ആരംഭിക്കുക. ഇത് ഖുർആൻ സൂക്തമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള വചനമാണ്. അതേസമയത്ത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹൽ 98 ഇങ്ങനെ ഒരു ആയത്തുണ്ട്. ഫഇദാ ഖറഅതൽ ഖുർആൻ, നീ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഫസ്തഇദ് ബില്ലാഹ്, അള്ളാഹുവിൽ രക്ഷ തേടണം, മിനശ് ശൈത്താനിർ റജീം ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്. ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് അള്ളാഹു ഖുർആനിലൂടെ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പാരായണം ചെയ്തുകൊണ്ടാണ് നാം ഖുർആൻ പഠനം എപ്പോഴും ആരംഭിക്കേണ്ടത്. ഈ വചനം നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കൂ. അഊദു ഞാൻ രക്ഷ തേടുന്നു, ബില്ലാഹ് അള്ളാഹുവോട്, മിനശ് ശൈത്താനിർ റജീം ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്. ഇതിൽ ആരൊക്കെയുള്ളത്? ഒന്ന് ഞാനാണ്, അഥവാ നമ്മൾ. പിന്നെ ആരാ ഉള്ളത്? അള്ളാഹു ഉണ്ട്, പിന്നെ പിശാചുണ്ട്. ഇങ്ങനെ 3 ഘടകങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാം. അഥവാ മനുഷ്യനും അള്ളാഹുവും പിശാചും ഉണ്ട് എന്നുള്ളതാണ്. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവോട് രക്ഷ തേടുന്നു. ശരിക്കും ഇത് ജീവിതത്തിൽ നമ്മൾ ഓരോ നിമിഷവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും ഒരു ടഗ് ഓഫ് വാർ, ഒരു വടംവലിയാണ് ജീവിതം എന്ന് പറയുന്നത്, അല്ലേ? നമ്മളിങ്ങനെ നടുവിൽ നിൽക്കുകയാണെന്ന് കരുതാം. വലതുവശത്ത് അള്ളാഹു ഉണ്ട്, ഇടതുവശത്ത് പിശാചുണ്ട്. അള്ളാഹു നമ്മെ അവനിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വാ, സ്വർഗത്തിലേക്ക് വാ, നന്മയിലേക്ക് വാ, നമസ്കാരത്തിലേക്ക് വാ എന്ന് പറഞ്ഞ് അള്ളാഹു വിളിച്ചുകൊണ്ടിരിക്കുന്നു. മറുവശത്തോ പിശാച് നമ്മെ നിരന്തരം അവനിലേക്ക്, തിന്മയിലേക്ക് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവ രണ്ടിനും ഇടയിൽ ഓരോ സെക്കൻഡിലും നമ്മൾ ശരിക്കും പ്രയാസപ്പെടുന്നുണ്ടല്ലേ? ഇങ്ങോട്ട് നോക്കുമ്പോൾ അള്ളാഹുവാണ്, തിരിഞ്ഞിങ്ങോട്ട് നോക്കുമ്പോൾ പിശാചാണ്. എന്ത് ചെയ്യണം? പിശാച് എന്താ ചെയ്യാന്നറിയോ? നൈമിഷികമായ ഓരോ സെക്കൻഡിലുള്ള താൽക്കാലികമായ സന്തോഷങ്ങൾ, എൻജോയ്മെൻറ്റിലേക്കാണ് പിശാച് വിളിക്കുക. അള്ളാഹുവോ? അള്ളാഹു എന്നും നിലനിൽക്കുന്ന സ്വർഗത്തിലേക്ക് ആണ് വിളിക്കുക. ചിലപ്പോൾ ഈ ലോകത്ത് കുറച്ച് ബോറടിയും പ്രയാസങ്ങളൊക്കെ തോന്നിയേക്കും. പക്ഷെ പിശാച് വിളിക്കുമ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷവും എൻജോയ്മെൻ്റൊക്കെയാണ്. അള്ളാഹു വിളിക്കുമ്പോൾ
കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ സ്വർഗം കിട്ടുക. പക്ഷേ നമ്മൾ അള്ളാഹുവോടൊപ്പം നിൽക്കുമ്പോൾ മനസ്സിന് സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. പിശാചിൻ്റെ കൂടെയാകുമ്പോഴോ കുറ്റബോധങ്ങൾ ഉണ്ടാവും, അല്ലേ? അതിനാൽ ഇത് ജീവിതം പരീക്ഷണമാണ് എന്നതിന് നമുക്ക് നൽകുന്ന വലിയൊരു പാഠമാണ്. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരല്ലേ. അള്ളാഹു ഉണ്ട്, അള്ളാഹു ആണ് നമ്മുടെ രക്ഷകൻ, അള്ളാഹുവാണ് വഴികാട്ടി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇതേപോലെ പിശാചുണ്ട്, അവൻ നമ്മുടെ ശത്രുവാണ്. അതിനാൽ അവന് പിടികൊടുക്കരുത്. പിടികൊടുത്താലോ അവൻ നമ്മെ തോൽപ്പിച്ച് കളയും. ഈ രണ്ട് കാര്യങ്ങൾക്കുമിടയിൽ നമ്മൾ അകപ്പെട്ടിരിക്കാൻ അള്ളാഹു ആ നിലക്കാണ് നമ്മുടെ ലൈഫ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നതാണ്. അതിനാൽ ഖുർആനിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനം, ഞാൻ ഒരിക്കലും പിശാചിന് വഴിപ്പെട്ട് കൊടുക്കുകയില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ 15 മിനിറ്റ് നല്ല കോൺസെൻട്രേഷനോട് കൂടിയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും പല വീഡിയോസും കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ സ്കിപ്പ് ചെയ്ത് അടുത്തതിലേക്ക് പോയി പോകും, അല്ലേ? കുറച്ചൊരു ബോറടി തോന്നുമ്പോഴേക്കും അങ്ങനെയാണല്ലോ. ഖുർആൻ പഠിക്കുമ്പോൾ ഒരിക്കലും ബോറടിക്കില്ല, പക്ഷെ അല്പം ഒരു ഭാരം തോന്നും. ഇതുവരെ കേൾക്കാത്തത് കേൾക്കാണ്. എൻ്റെ ലൈഫിൽ പുതിയ ചിന്തകൾ, പുതിയ മാറ്റത്തിന് വേണ്ടിയാണ് ഖുർആൻ പ്രേരിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യ വഹി ഇറങ്ങിയില്ലേ, ഇഖ്റ ബിസ്മി. അപ്പോൾ അവിടുന്ന് വല്ലാതെ ബേജാറായിട്ടുണ്ട്, അല്ലേ? അസ്വസ്ഥനായിട്ട് എന്നെ ഒന്ന് പുതപ്പിക്കൂ എന്ന് പറഞ്ഞ് ഖദീജ ബീവിയുടെ അടുക്കലേക്ക് ഓടിയില്ലേ. ഇതേപോലെ നമുക്കും ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. ഇതെങ്ങനെ 15 മിനിറ്റൂടെ കഴിച്ചു കൂട്ടും, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതിക്കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അതിനെ മറികടക്കാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഒരു ബോധം ഉണ്ടാവണം. എവിടെയെങ്കിലും നമ്മുടെ ഈ യാത്രയിൽ ട്രാഫിക് ജാം ഉണ്ടെങ്കിൽ ഉടനെ ആ റൂട്ട് ഡൈവേർട്ട് ചെയ്ത് നമ്മൾ സുഗമമായ മറ്റൊരു വഴിയിലൂടെ പോകാൻ ശ്രദ്ധിക്കണം എന്നതാണ് ഒന്നാമതായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത്തേത് എന്താണ്? നാം ലക്ഷ്യത്തിലേക്ക് ഏറ്റവും നല്ല വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ല, ബി കൊണ്ട്, ഇസ്മ നാമം, നാമം കൊണ്ട് അല്ലെങ്കിൽ നാമത്താൽ ഞാൻ ആരംഭിക്കുന്നു. ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്താൽ ഞാൻ ആരംഭിക്കുന്നു. ആരാണ് അള്ളാഹു? അർ റഹ്മാൻ, പരമകാരുണികൻ, അർ റഹീം, കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ഇതാണ് നമ്മുടെ റൂട്ട് ക്ലിയർ ആവാനുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇങ്ങനെ ചൊല്ലണം എന്ന് ആരാ പഠിപ്പിച്ചത്? ഖുർആൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യം അവതരിച്ച വചനം ഏതാണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സൃഷ്ടിച്ചവനായ, ഈ യൂണിവേഴ്സിനെ സകലതിനെയും സൃഷ്ടിച്ചവനായ നിന്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക. അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കുക എന്നാണ് പറയുന്നത്. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നാം ചൊല്ലുന്നതിൻ്റെ തെളിവ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യബ്ദഉ ബിസ്മില്ലാ ഫഹുവ അബ്തർ. നല്ല ഉദ്ദേശത്തോടെ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും അത് ബിസ്മി കൊണ്ട് ആരംഭിക്കണം, അല്ലെങ്കിൽ അത് അതിൻ്റെ ലക്ഷ്യത്തിലെത്താതെ പോകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, ഡ്രസ്സ് ധരിക്കുമ്പോൾ, യാത്ര പുറപ്പെടുമ്പോൾ, അല്ലേ, ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ബിസ്മില്ല ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താ കാരണം? അള്ളാഹുവിൻ്റെ നാമത്തിലേ നമുക്കൊരു കാര്യം ചെയ്യാൻ പാടുള്ളൂ. അതെ, എന്തുകൊണ്ടാണ്? അവനാണ് നമ്മുടെ ക്രിയേറ്റർ, നമ്മുടെ സൃഷ്ടാവ് അവനാണ്, നമ്മുടെ സംരക്ഷകൻ അവനാണ്. ഓരോ സെക്കൻഡിലും നാം അവൻ്റെ കൂടെയാണ്, അവനാണ് നമ്മെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ അവൻ്റെ കൂടെ മാത്രമാണ് ഓരോ ഹൃദയമിടിപ്പിലും
നമുക്ക് സഞ്ചരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ആ ഒരു ബോധം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് വഴി തെറ്റില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ബിസ്മിയിൽ അള്ളാഹുവിൻ്റെ 2 വിശേഷ നാമങ്ങൾ കൂടിയുണ്ട് അല്ലേ? ഒന്ന് അള്ളാഹു ഉണ്ട്, പിന്നെ റഹ്മാനുണ്ട്, പിന്നെ റഹീമുണ്ട്. റഹ്മാൻ പരമകാരുണികൻ, റഹീം കരുണാനിധി. ഈ 2 നാമങ്ങൾ അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട 2 എണ്ണമാണ്. എന്തുകൊണ്ടാണ് ബിസ്മിയിൽ ഇവ രണ്ടും ചേർത്തത്? എന്താ കാരണം? അള്ളാഹുവിൻ്റെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഗുണം ഏതാണെന്നറിയോ? മേഴ്സിയാണ്, കാരുണ്യമാണ്. MERCY 5 അക്ഷരങ്ങളാണ് ഇംഗ്ലീഷിൽ അല്ലേ? അറബി ഭാഷയിൽ റഹ്മത്ത് എന്ന് പറയും, 4 അക്ഷരങ്ങളാണ്. ഈ ഒരു ഗുണമാണ് അള്ളാഹുവിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ തന്നെ അല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നത്? ആലോചിച്ച് നോക്കൂ, അള്ളാഹു നമ്മോട് എത്രമാത്രം കരുണ ചെയ്യുന്നുണ്ട്. നമുക്ക് ഉമ്മയെ തന്നു, നമുക്ക് വാപ്പയെ തന്നു, ഇത്തയും ഇക്കയും തന്നു, അനിയന്മാരെ തന്നു, നല്ല ഫ്രണ്ട്സിനെ തന്നു, നന്നായിട്ട് ജീവിക്കാനുള്ള അവസരങ്ങൾ തന്നു. ഇതൊക്കെ അവൻ ഫ്രീ ആയിട്ട് നമുക്ക് തന്നതാണ് അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റും. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ആ ചിറകിൻ്റെ അകത്താണ് നമ്മളെപ്പോഴും. എന്നാലും ഇവിടെ 2 വാക്കുകൾ ഉപയോഗിച്ച് എന്തിനാണ്? റഹ്മാൻ പരമകാരുണികൻ, റഹീം കരുണാനിധി, അങ്ങനെയല്ലേ? എന്താണ് ഈ 2 വാക്ക് ഉപയോഗിച്ചത്? അതിലൊരു പ്രത്യേക ആശയമുണ്ട്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പരമകാരുണികനും കരുണാനിധിയും. അപ്പോൾ ഇതിലേതാണ് പരമകാരുണികൻ? ആദ്യം പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണ് ആദ്യം പറയുന്നത്. അപ്പോൾ റഹ്മാൻ പരമകാരുണികൻ, റഹീം കരുണാനിധി എന്നാണ് ഉദ്ദേശിക്കുന്നത്. പരമകാരുണികൻ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടിജാലങ്ങളോടും എല്ലാവരോടും, അവർ അള്ളാഹുവിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എല്ലാവർക്കും കരുണ ചെയ്യുന്നവനാണ്. റഹീം എന്ന് പറഞ്ഞാലോ, അവനിൽ വിശ്വസിക്കുന്ന, അവനെ സ്നേഹിക്കുന്ന, അവൻ്റെ ഇഷ്ടദാസന്മാരില്ലേ, അവർക്ക് പ്രത്യേകമായിട്ട് കരുണ ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ ആശയം. വിശുദ്ധ ഖുർആനിൻ്റെ അകത്ത് തന്നെ ഒരു ബിസ്മിയുണ്ട്. സുലൈമാൻ അലൈഹിസ്സലാം യമനിലെ ഭരണാധികാരിയായ രാജ്ഞിയായ ഷേബ രാജ്ഞിക്ക് അയച്ച കത്തിലെ ആദ്യ വാചകം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമാണ്. അത് ഖുർആനിൽ കാണാം. ആ സംബന്ധമായ ചരിത്രം നമ്മൾ പിന്നീട് പഠിക്കും. അതുപോലെ നൂഹ് അലൈഹിസ്സലാം ആ പ്രളയത്തിൻ്റെ കാലത്ത് കപ്പൽ ഇറക്കിയില്ലേ, ആ സമയത്ത് ചൊല്ലിയൊരു ബിസ്മിയുണ്ട് ഖുർആനിൽ. ഖുർആൻ്റെ അകത്താണ് ആ 2 ബിസ്മി. എന്നാൽ ബിസ്മി ഇല്ലാത്തൊരു സൂറയില്ലേ ഖുർആനിൽ? ബിസ്മി കൊണ്ടല്ലാതെ തുടങ്ങുന്ന സൂറ ഏതാ? സൂറത്ത് തൗബയാണ് അല്ലേ? ഇതൊക്കെ കളക്ട് ചെയ്ത് വെക്കണം. നമുക്ക് ചെറിയ കിസ് പ്രോഗ്രാമൊക്കെ വേണമെങ്കിൽ നടത്താമല്ലോ. ആ നിലയ്ക്ക് ഇത്തരം ചെറിയ നുറുങ്ങുകളൊക്കെ പഠിച്ചു വെക്കണം. സൂറത്തുൽ ഫാത്തിഹയിലേക്ക് വരുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയിൽ ബിസ്മി എന്താണ്? 1ാമത്തെ ആയത്തായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയിലെ ബിസ്മിക്ക് മാത്രം 1 എന്ന് നമ്പർ കൊടുത്തത് കാണാം. അൽ ബഖറയിലെ ബിസ്മിക്ക് 1 എന്ന് നമ്പർ ഇല്ല. അതേസമയം അൽ ഫാത്തിഹയിലെ ബിസ്മിക്ക് ശേഷം 1 എന്ന് നമ്പർ കൊടുത്തത് കാണാം. അതിൻ്റെ അർത്ഥം ഫാത്തിഹയിൽ ബിസ്മി ഒരു ആയത്താണ് എന്നാണ്. ആ നിലയ്ക്ക് ബിസ്മി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണം. ബിസ്മി ചൊല്ലുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയാം? എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്നുള്ള നിറഞ്ഞ പ്രതീക്ഷ, നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. എക്സാം എഴുതാൻ പോകുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് തുടങ്ങിയാൽ അള്ളാഹു കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്താ പേടിക്കാൻ? ഈ ഒരു കോൺഫിഡൻസ് നമുക്ക് ബിസ്മി നൽകുന്നുണ്ട്. ബിസ്മി ചൊല്ലുമ്പോൾ അള്ളാഹു കൂടെ ഉള്ളതിനാൽ ഞാൻ നല്ലതേ ചെയ്യൂ എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവും. അതേപോലെ നമ്മൾ ചെയ്യുന്ന കാര്യത്തെ സൽക്കർമ്മമാക്കാൻ, അള്ളാഹുവിൻ്റെ പ്രതിഫലം കൂലി കിട്ടുന്ന രൂപത്തിലാക്കി മാറ്റാൻ ബിസ്മി ചൊല്ലുമ്പോൾ നമുക്ക് കഴിയും. അതിനാൽ അഊദുവും ബിസ്മിയും എപ്പോഴും ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. വിശുദ്ധ ഖുർആൻ പഠിക്കാനിരിക്കുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മനസ്സിലുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.